ഹായ് ഫ്രണ്ട്സ്, നമുക്ക് കോളിഫ്ലവർ ഉരുളൻകിഴങ്ങും വെച്ച് നല്ലൊരു കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതേ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഇടേണ്ടത് 1 സ്പൂണ് പെരുംജീരകമാണ് കേട്ടോ. പെരുംജീരകം ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുടനെ നമുക്കതിലേക്ക് സവാള ചേർക്കാം. ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട് നീളത്തിലരിഞ്ഞത്. അപ്പോൾ 2 സവാളയും കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വരാൻ വേണ്ടി ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഞാൻ 1/2 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് അതിനോടൊപ്പം തന്നെ കാശ്മീരി പൊടിയാണ് ചേർക്കുന്നത്. ഞാൻ 1 സ്പൂണ് കാശ്മീരി പൊടി, നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർക്കാം. ഞാനിതിൽ അല്പം കുരുമുളക് പൊടി ചേർക്കുന്നത് കൊണ്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അപ്പം അതും കൂടി ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ ഒന്ന് വഴറ്റുക. അതിനുശേഷം ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ തക്കാളി ഒരുമാതിരി ഒന്ന് വാടി വന്ന ശേഷം അതിലേക്ക് ഒരു ചെറിയ ഉരുളൻകിഴങ്ങ്, നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വലുതോ ചെറുതോ ചേർക്കാവുന്നതാണ്. ഞാനൊരു ചെറിയ ഉരുളൻകിഴങ്ങ് ചേർക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു അല്പം വെള്ളം ഇപ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ. അല്പം വെള്ളം കൂടെ ആഡ് ചെയ്ത് നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് ഇളക്കി നോക്കുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ കോളിഫ്ലവർ ചൂടുവെള്ളത്തിലിട്ട് ഒരു ഹാഫ് കുക്ക് ചെയ്തിട്ടുണ്ട്. ഹാഫ് കുക്ക് ചെയ്യാവും, ഒരുപാട് കുക്ക് ചെയ്ത് വെക്കരുത്, അങ്ങ് ഉടഞ്ഞു പോകും. അപ്പോൾ ഇതേ ഹാഫ് കുക്ക് ചെയ്ത ശേഷം അത് നന്നായിട്ട് ഈ മസാലയുമായിട്ട് ഒന്ന് മിക്സ് ആക്കിയ ശേഷം നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ. ഈ കോളിഫ്ലവറിലേക്ക് ഈ മസാലകളെല്ലാം മിക്സായിട്ട് വരണം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ. നിങ്ങൾക്ക് ഗരം മസാല ഉള്ളെങ്കിൽ ഗരം മസാല ആഡ് ചെയ്യുക. ഞാനിപ്പം അല്പം ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വീണ്ടും ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. ഇത് പെട്ടെന്നാവും കേട്ടോ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാനിത് ഡ്രൈ ആയിട്ടുള്ള രീതിയിലുള്ളത് നേരത്തെ ഞാൻ കോളിഫ്ലവറിൻ്റെ മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേ ഞാനിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം കൂടെ ആഡ് ചെയ്ത് ഞാൻ ഇനി ഒരു 10 മിനിറ്റ് അടച്ച് വെക്കുകയാണ്. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയാവും കേട്ടോ. അപ്പോൾ ഇതേ വെള്ളമൊക്കെ വന്നിട്ട് നന്നായിട്ട് തിളച്ച് നല്ലതായിട്ട് മസാലയെല്ലാം കുറുകി ഉരുളൻകിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്. അപ്പോൾ ഇതേ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ അടച്ച് വെക്കാം. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുന്നുണ്ട്. തീ ഓഫാക്കിയിട്ട് ഒരു 5 മിനിറ്റ് വേണമെങ്കിൽ അടച്ച് വെക്കാം. അതിന് ശേഷം കുറച്ച് മല്ലിയിലയോ കറിവേപ്പിലയോ ഒക്കെ മുകളിലിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.